നീറ്റ് UG പുനഃപരീക്ഷയുടെ വ്യാജ ചോദ്യപേപ്പറുകൾ വിറ്റ 4 പേർ പിടിയിലായി. ബീഹാറിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയ വഴിയാണ് ചോദ്യപേപ്പറുകൾ വിറ്റത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ സുരക്ഷ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ച പ്രത്യേക യോഗം ഇന്ന് ചേരും. പുനഃപരീക്ഷയ്ക്കായി 4 ലക്ഷം വിദ്യാർത്ഥികൾ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിനീത VJ ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. വിനീത, ഈ നീറ്റ് UG പുനഃപരീക്ഷയുടെ വ്യാജ ചോദ്യപേപ്പറുകൾ വിറ്റ ആളുകൾ പിടിയിലായിട്ടുണ്ടല്ലോ. ബീഹാറിൽ നിന്നാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ? ഇത്തരത്തിലേക്ക് നീറ്റ് പരീക്ഷയുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള സന്ദേശങ്ങൾ അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെ പോലും കടുത്ത നടപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം അന്വേഷണ സംഘം സ്വീകരിച്ചു വന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 50ഓളം ടെലിഗ്രാം അക്കൗണ്ടുകളടക്കം പൂട്ടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബീഹാറിലെ മുസാഫർപൂരിൽ ഇത്തരമൊരു സംഭവം കൂടി നടന്നിരിക്കുന്നത്. നീറ്റ് പുനഃപരീക്ഷയുടെ വ്യാജ ചോദ്യപേപ്പർ എന്ന രീതിയിൽ നൽകിയതാണ്. അത് വ്യാജ ചോദ്യപേപ്പറാണ്. അവർക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒക്കെ ഈ ചോദ്യപേപ്പർ നൽകുന്ന സംഘമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അത് ഈ നീറ്റ് പുനഃപരീക്ഷയുടെ ഉൾപ്പെടെയുള്ള ചില സുപ്രധാനപ്പെട്ട പരീക്ഷകളുടെ വ്യാജ ചോദ്യപേപ്പർ തയ്യാറാക്കി ഇവർ നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഈ വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 പേരെയാണ് ഇപ്പോൾ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹർഷ്, അമർ, ഒപ്പം തന്നെ കനയ്യകുമാർ, ഹർഷ് കനോദിയ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ 4 പേരും സോഷ്യൽ മീഡിയ വഴിയാണ് ചോദ്യപേപ്പറുകൾ വിൽപ്പന നടത്തിയത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ പക്കൽ നിന്ന് 3 മൊബൈൽ ഫോണുകളും അന്വേഷണ സംഘം പിടികൂടിയിട്ടുണ്ട്. ഇവരെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ നീറ്റ് ഉൾപ്പെടെയുള്ള ചില പരീക്ഷകളുടെ വ്യാജ ചോദ്യപേപ്പറാണ് ഇവർ നൽകുന്നത്. ഇവർ ഒരുപക്ഷെ ഈ വ്യാജ ചോദ്യപേപ്പർ എന്ന തരത്തിൽ ഇവർ നൽകുമ്പോൾ അത് വാങ്ങുന്ന ആളുകൾക്ക് പോലും പരാതി നൽകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം ദുരുപയോഗം ചെയ്യുന്ന സംഘമാണ് പിടിയിലായതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ GK സൂചിപ്പിച്ചതുപോലെ ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം യോഗം വിലയിരുത്തും. ഇന്ന് ഓൺലൈനായിട്ടായിരിക്കും ഈ യോഗം ചേരുക. യോഗത്തിന് ശേഷം നിർണായക നടപടികൾ, ഒപ്പം തന്നെ ഇതുമായി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി കൂടുതൽ നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ നടത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഈ 4 ലക്ഷം പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തു എന്നാണ് NTA അറിയിച്ചിരിക്കുന്നത്. നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷാ കാർഡുകൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ചില പരീക്ഷാർത്ഥികൾക്ക് ഈ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്തതിൽ സാങ്കേതിക പ്രശ്നം നേരിട്ടിരുന്നുവെന്നും NTA വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ പരിഹരിച്ചു എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.